സവാള എത്ര? ശശിയേട്ടാ ശശിയേട്ടാ എഴുതിക്കോ. മല്ലിപ്പൊടി 100, മുളക് പൊടി 50, പച്ചമുളക് 100, ഉള്ളി 1/4 കിലോ, 2 രാധാസും. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് വന്ന് നിക്കണം. നിപ്പ് കണ്ടില്ലേ? മുഖത്തേക്ക് നോക്കടാ. നിന്റെ പടച്ചോമ്പുരാനെ, എന്റെ ഇത്ത ഈ വർഷം ഇത് 3-ാം തവണയാ. നീ ഇത്ര വലിയൊരാണല്ലേ? നീ വേണ്ടേ നിന്റെ അമ്മയും ഇവിടെ താമസിക്കുന്ന 2 പെൺപിള്ളേരെ നോക്കാൻ? പഴം ഞാൻ മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞതാ. അതങ്ങനെ പറഞ്ഞാ കേക്കൂ? അതിന് പഴത്തിനൊന്നും പറ്റിയില്ലല്ലോ. ഡാ അടിച്ചിന്റെ തോല് വിളിക്കും ഞാൻ. ഫിലാഡൽഫിയ എന്ന് എന്റെ ജോർജച്ചായ വിളിക്കുമ്പോ ഞാൻ എന്നാ പറയും എന്റെ കർത്താവേ. നിന്നെ ഞാൻ വല്ല ബോർഡിങ്ങിനും കൊണ്ടാക്കും, നോക്കിക്കോ. ആദ്യം ആ സൈക്കിൾ എടുത്തങ്ങ് പൂട്ടി വെക്ക്. സൈക്കിളിന് വന്ന ലോകത്തെ ആദ്യത്തെ ആളൊന്നുമല്ലല്ലോ ഞാൻ. ഇവനെ ഇന്ന് ഞാൻ വേണ്ട മറിയ വിട്. ഇവൻ ജനിച്ച അന്ന് മുതൽ എന്റെ നെഞ്ചി തീയ. നിനക്കിനി സ്കൂളും ഇല്ല, ടി വി ഇല്ല, കമ്പ്യൂട്ടറും ഇല്ല, ഒന്നുമില്ല. അറ്റൻഷൻ പ്ലീസ്. ഇനി എന്തെങ്കിലും കഴിക്ക്. ആ കൊച്ചിന് ഇത്തിരി വിശ്രമം കിട്ടട്ടെ. ഇല്ലടാ, നീയൊക്കെ കൂടെ അവനെ കൊഞ്ചിച്ച് ഈ കോലത്തിലാക്കിയത്. പേയിങ് ഗസ്റ്റ് ആയിട്ട് ഈ പെമ്പിള്ളേരെ കിട്ടിയതുകൊണ്ട് മറിയക്ക് വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാം. ഇത് മോളുണ്ടാക്കിയതാ. പിന്നെ ഇവക്ക് ചായ തിളപ്പിക്കാൻ പോലും അറിയില്ല. ഓ, ഞാൻ പഠിക്കുന്നൊക്കെ ഉണ്ട്. ചായ ആ ഇങ്ങോട്ട് കേറിയെന്ന് വെച്ചേ നിന്റെ സൗന്ദര്യം ഒന്നും കൂടി പോകത്തില്ല. പറയാൻ പറ്റില്ല, ചിലപ്പോ കൂടിപ്പോയാലോ. ഇരിക്കും മോനെ. വേണ്ട, ചായയില് കലോറി കൂടുതലാ. ഓ, കുറച്ചുകൂടെ മിക്സി ഇത് മാറ്റ്. മറിയാൻഡി വിട്ടേക്ക്. ദാ ഈ വർഷത്തെ കോട്ട കഴിഞ്ഞേ ഇനി അടുത്ത വർഷേ ചാൻസ് ഉള്ളൂ. മംഗളമേ ജന്മം മംഗളം. ബാബേ, ഇതാണ് നമ്മുടെ മൂപ്പൻ. വാ, വണ്ടിയിൽ കുറച്ച് കാച്ചിരിപ്പുണ്ട്, എടുത്തു വെക്കും. നിന്റെ മോന്തട കടന്നൽ കുത്തി പോലെ ഇരിക്കുന്നത്. ചത്തുപോയതിന്റെ അപ്പം തിരിച്ചു വന്നാ നീ മൂപ്പന് കഴിക്കാനായിട്ട് എന്തെങ്കിലും എടുത്തു വെക്ക്. ഹാപ്പി ആണല്ലോ അല്ലേ ബാബേ? എന്താടാ കണ്ണു നിറഞ്ഞിരിക്കുന്നത്? ഉള്ളി അരിഞ്ഞ ഏത് മനുഷ്യന്റെയും കണ്ണരിയും. എടാ, ഒരു കഷ്ണം ഉള്ളി എടുത്ത് ചെവിയിൽ വെച്ചിട്ട് അരി കണ്ണരിയൂല. അപ്പൊ പിന്നെ ഇതെന്തുട്ടാ? എന്താണ് പ്രശ്നം? എത്ര ദിവസമായി സാറ് പോയിട്ട്? മിനിഞ്ഞാന്ന് സാറ് വരുമെന്ന് കരുതിയാൽ പുളിയിലിട്ട ചുട്ടമീൻ, ഇന്നലെ നാടൻ കോഴിക്കറി എല്ലാം ഉണ്ടാക്കി വെച്ചു. എന്നിട്ടെന്താ, ഞാൻ തന്നെ നിന്ന് തീർത്തു. വെറുതെ മനുഷ്യനെ വിഷമിപ്പിക്കാനായിട്ട്. ഒന്ന് വിളിക്കാനായിട്ട് സാറിനൊരു മൊബൈൽ ഫോൺ എങ്കിലും മേടിച്ചൂടെ? എടാ, ഞാൻ മിനിഞ്ഞാന്ന് വരേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മൂപ്പന്റെ കാര്യം. പുള്ളിക്ക് ചില കാടൻ പൊടിക്കൈകളൊക്കെ അറിയാട്ടോ. ഒറ്റ പ്രാവശ്യം കാണിച്ചെന്നാ മതി, ഞാൻ ഉണ്ടാക്കി തരാം. വിദ്യാലയം പൊളിച്ചു, സൂപ്പർ. വിനായകർ കറക്റ്റാ, ഒട്ടും മുമ്പോട്ടും അല്ല പുറകോട്ടും അല്ല. നീ തിളപ്പിച്ചു കഴിഞ്ഞാൽ ഉപ്പിട്ടതല്ലേ? അതൊക്കെ എന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പറഞ്ഞു തരില്ല സാറേ. ആഹാ, എന്റെ ചില സീക്രട്ട്. നല്ല കാടൻ വാറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അടിക്കാൻ വേണ്ടിയാണ്. വാ, തരാട്ടാ. അല്ല സാറ് പറഞ്ഞത് ശരിയാ, തിളപ്പിച്ചതിന് ശേഷം ഉപ്പിട്ടത്. അയ്യോ, ഈ പയ്യനച്ചൻ ഗൾഫിലാ. ടെൻഷൻ ഉണ്ടോ? ഉണ്ടോ? ഏയ് മായാകൃഷ്ണൻ വിളിച്ചിട്ടി. ഓൾ ദി ബെസ്റ്റ്. പോയിട്ടോ. സർ, സാറേ, നമ്മുടെ ശിഷ്യയാ. ഓ ദാ ചേച്ചി, കാല് കുത്തണമെന്ന് തോന്നും, പക്ഷെ കുത്തരുത്. ആരാടോ തന്റെ ചേച്ചി? മാറി നിൽക്കണോ കളവാ? എടോ, ആ കമ്പി എടുത്ത് കുത്തി വെച്ചിട്ട് പോയാ മതി. സർ, ഒരു ചാൻസ് കൂടി പ്ലീസ്. ചാൻസോ? അതൊക്കെ ഇനി അടുത്ത പ്രാവശ്യം. ഇപ്പൊ വിട്ടോ സാറേ, ഒന്ന് പുടപ്പൂ.
ഈ ബാഗ് താങ്ക്സ്. ആറ്റിങ്ങലാണോ വീട്? അതെ. ഓ അതെയോ? എവിടെയോ കണ്ടു മറന്ന മാതിരിയുണ്ട്. ഐ ആം മനു. സാർ കാപ്പി കാപ്പി കോഫി? നോ താങ്ക്സ്. നോ താങ്ക്സ്. ആറ്റിങ്ങൽ HDFC ഉണ്ടായിരുന്ന ഒരു ഭാസ്കരൻ നായരുണ്ട്, അറിയാമോ? എൻ്റെ കൂടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ഭാസ്കരൻ നായരാണോ? അതെ, ഭാസ്കരന്റെ മോളെ പോലെ തന്നെ ഉണ്ട്. അച്ഛനെ അറിയോ? ഞാൻ ഭാസ്കരൻ നായരുടെ മോളാ, പൂജ. പൂജ നായർ. പിന്നെ ഐ ടോൾഡ് യു വി വർ ഇൻ ബാംഗ്ലൂർ ടുഗദർ, വെരി ക്ലോസ് ഫ്രണ്ട്സ്. അതെയോ? അച്ഛാ, എന്താ മോളെ? അച്ഛന്റെ ഫ്രണ്ട് ആണത്രേ മനു. പിന്നെ എനിക്കറിയില്ലേ മനുവിനെ. വി ആർ വെരി ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ മനു? ഹലോ. എടി ഓമനെ, നിനക്കറിയില്ലേ മനുവിനെ? മനു അല്ലേ? മനു. ഇട സതീശേ, മനുവിനെ നീ അറിയില്ലേ? പിന്നെ എനിക്കറിയില്ല മനുവിനെ. മനു ഭയങ്കര ചൂട്. കാളിദാസന് 2 പെങ്ങന്മാരേ ഉള്ളൂ. അച്ഛൻ പണ്ടേ പോയി. 5 വർഷം മുമ്പ് അമ്മയും. അപ്പോ അമ്മായിമ്മയില്ല, അതാണ് ഹൈലൈറ്റ്. എടുക്കൂ, കഴിക്കൂ. ഉണ്ണിയപ്പം കുട്ടിയുണ്ടാക്കിയോ? അതെ, ഉം? ഞാനല്ല, കുക്കുണ്ട് അടുക്കള എവിടെയാ? അവിടെ. ഒരു മിനിറ്റ്. നമ്മളാണോ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്? അതെ. ഇയാള് കൊട്ടാരക്കരക്കാരനാ? പോരുന്നോ എന്റെ കൂടെ? സാർ ഒറ്റയ്ക്കാണോ അതോ കുടുംബമായിട്ടാണോ താമസം? പിന്നെ ഈ സാറിനെ ഞാനെങ്കും പെണ്ണ് കാണാൻ വിട്ടിട്ടില്ല. തനതിന്നത്താനാതിന്നത്താനാതിന്നത്തെന്തിന്നു തനതിന്നത്താനാതിന്നത്താനാതിന്നത്തെന്തിന്നു ചെമ്പാവ് പുന്നെല്ലിൻ ചോറ് നിന്റെ മുത്താരം ചിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ മുല്ലപ്പൂച്ചിരിയോ കൺട്രോൾ ചെമ്പാവ് പുന്നെല്ലിൻ ചോറ് നിന്റെ മുത്താരം ചിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ
എന്താടാ ആരത്? അത് നമ്മുടെ ബാബുവിന്റെ അപ്പനാ. ബാബുന്റെ അപ്പനോ? ഇയാളെന്താ ഇവിടെ? അത് പറയാം. നിനക്കെപ്പോഴാ ഇന്റർവ്യൂ? ഓ, ഇന്റർവ്യൂ. മനു വാടാ ചായ കുടി. എന്താ പൊതിയൊക്കെ ആയിട്ട്? ഇത് പെർഫ്യൂം, ഇത് മൊബൈൽ ഫോൺ. അച്ഛൻ തന്നുട്ടാ. ഏയ് ഇതൊന്നും വേണ്ട, ഇതൊക്കെ വലിയ ശല്യവും. അയ്യോ, ഇത് മാമനുള്ളതായിട്ട് കാണണ്ട. എന്തായാലും ഞാൻ കുറച്ച് നാൾ ഇവിടെ ഉണ്ട്. പരിചയമില്ലാത്ത സിറ്റി. എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതിയാ. എഴുന്നേക്ക്, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യ്. ഓ പിന്നെ നീ ഒരു ഓട്ടോ പിടിച്ചാൽ പോയാ മതി. അത് പറ്റില്ല. വാ, ഏയ് ഞാൻ ലേറ്റ് ആവും. നിക്ക്, ഞാൻ ചായ കുടിക്കട്ടെ. എണീക്ക്. ശല്യം. എന്നിട്ട് പോടാ, ചായ ഒക്കെ സാറേ. ഇറങ്ങി പോടാ. എന്താടാ നിന്റെ ഐശ്വര്യം? വന്ന് കയറി പോലീസ് പിടിച്ചു. ഇന്നിപ്പോ 1-ാം തീയതി ആയിട്ട് തെണ്ടിടാം. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഈ മന്ദാകിനെ എവിടെയെങ്കിലും കൊണ്ട് കളയും. മന്ദാകിനിയോ? ആ, മന്ദം പോകുന്ന ഈ വണ്ടി. മതി, നീ ഓട്ടോയിൽ പോയാ മതി കേട്ടോ. വണ്ടിയെ കുറ്റം പറയുന്നോടാ തെണ്ടി. ഓ, അത് ശരി. അപ്പൊ സോമനോളെ ഈ പൈനിയർ പ്ലാസ നേരെ പോയി ലെഫ്റ്റ്. ഓ, 6th ഗ്രേഡ്, 6ാം ക്ലാസ്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് മൊമെന്റ്. നിന്റെ ഓരോ ചുവടും ശ്രദ്ധയോടെ ആയിരിക്കും. തൊലഞ്ഞു ഉപദേശിക്കേറ്റി വിറാജ്. മനു രാഘവ്, നീ ഹോംവർക്ക് ചെയ്തില്ല അല്ലേ? പറ. സോറി ശക്തിമാൻ പറ. സോറി ശക്തിമാൻ. അല്ല, A² + 2AB + B². നീ കൈവിരൽ വായിലിടരുത്. വിരലിലെ കീടാണൂസ് വായിൽ കൂടെ വയറ്റിൽ ചെന്നെത്തും. വയറുവേദന ഉണ്ടാവും. പിന്നെ ക്ലാസ്സിൽ വരാൻ പറ്റാതാകും. സ്റ്റഡീസ് മുടങ്ങും. അങ്ങനെ ലൈഫ് ഒരു ഫെയിലിയർ ആയി മാറും. മനു രാഘവ്, നീ ഇവളെയാണോ പ്രേമിക്കുന്നത്? I feel so sorry for you, man. Success doesn't come after you. You have to go behind it. I can't believe this. നിനക്ക് തീരെ ഇതാണ് നിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ്. ഇതിനെ ബേസ് ചെയ്തിരിക്കും നിന്റെ അങ്ങോട്ടുള്ള ജീവിതം. ഓരോ സ്റ്റെപ്പും വളരെ ദൃഢനിഷ്ഠയോടെ ആയിരിക്കും. Are you understanding me? ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എന്താണ് തനിക്ക് കണ്ണുണ്ടൂടെ? താങ്ക് യു. സോറി. ഹലോ, ഓർമ്മയുണ്ടോ? ആ, എന്താ? ഏയ് ഒരു താങ്ക്സ് പറയാൻ വേണ്ടിട്ട് വിളിച്ചാ. എന്തിന്? കുട്ടി പറഞ്ഞ തട്ടിലെ കുട്ടിദോശ കഴിച്ചു. ഉഗ്രൻ. താങ്ക്സ്. ആണോ? ഗാർലിക് ചട്നി ഉണ്ടായിരുന്നോ? അതാണ് കോമ്പിനേഷൻ. അതെ. എന്താ കുട്ടിയുടെ പേര്? താങ്ക്സ്. മായ. പിന്നെ ഞാനത്ര കുട്ടിയൊന്നുമില്ല കേട്ടോ. എന്ത് ചെയ്യുന്നു? ഞാനൊരു ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്. സിനിമയിലാണോ? അതെ. ആ ഫാൻസുകാർക്ക് ഫ്ലെക്സ് അടിക്കാൻ കാശ് കൊടുത്തേക്ക്. ഇപ്പൊ അവരെന്നെ വിളിച്ചേ ഉള്ളൂ. ശരി സർ. ആ കുട്ടിയുടെ നമ്പർ ഒന്ന് വാങ്ങിച്ചേക്ക്. ഹലോ, ഞാനിവിടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലാ. ഓ, എന്തായാലും യുദ്ധം തുടങ്ങി വെച്ച ദോശ തന്നെ യുദ്ധം അവസാനിപ്പിച്ചു. ഇതുപോലെ സെക്കൻഡ് വേൾഡ് വാർ അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കേക്കുണ്ട്. 4 ദിവസം കൊണ്ട് അതുണ്ടാക്കുന്നത്. ഓ, തുടങ്ങി ഹിസ്റ്ററി. ഇയാളിത് കുളവാക്കും. ഏയ് സാർ അങ്ങനൊന്നും ചെയ്യൂല. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. ഞാനൊന്ന് പരീക്ഷിക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ കൂടാം. ജുവാൻസ് റെയിൻബോ എന്നാണ് ഈ കേക്കിന്റെ പേര്.
ജുവാൻ ലോബോ എന്ന ഫ്രഞ്ചുകാരി യുദ്ധത്തിന് പോയ ഭർത്താവായ ആൽബർട്ടിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ റെസിപ്പി. സ്ട്രോബെറി കൊണ്ടാണ് ജുവാൻ ആദ്യ ദിവസം കേക്ക് ഉണ്ടാക്കിയത്. യുദ്ധം അവസാനിച്ചില്ല. വരാമെന്ന് പറഞ്ഞ ദിവസം ആൽബർട്ട് വന്നില്ല. പിസ്ത കേക്കിൽ റമ്മിൽ ഒരു 4 മണിക്കൂറെങ്കിലും മുക്കി വെച്ചിട്ടുള്ള ഉണക്കമന്തിരി ഇന്തപ്പോഴും എന്തെങ്കിലും ചേർക്കാം. അതെ, ഒന്നും മനസ്സിലാവണില്ല. പിസ്ത കേക്ക് ഉണ്ടാക്കുമ്പോ റമ്മിൽ 4 മണിക്കൂറെങ്കിലും മുക്കി വെച്ച ഈന്തപ്പഴോ അല്ലെങ്കിൽ ഉണക്കമന്തിരിയോ ചേർക്കുന്നത് നല്ലതായിരിക്കും. അതിന് റമ്മിപ്പോ പിറ്റേന്ന് ജുവാൻ ഒരു പിസ്ത കേക്ക് ഉണ്ടാക്കി ആൽബർട്ടിനെ കാത്തിരുന്നു. അന്ന് പുള്ളിക്കാരൻ വന്നോ? വന്നില്ല. അവൾ അത് സ്ട്രോബെറി കേക്കിനോട് ചേർത്ത് വെച്ചു. ഒരാളെ ഇങ്ങനെ പറ്റിക്കരുത്. ഹലോ, ഞാനാ. എന്താ വിശേഷം? ഏയ്, മായ ഇപ്പൊ ഫ്രീ ആണോ? എങ്കിൽ മായക്കുതാ ഈ ശബ്ദം. സാർ ഇറങ്ങുന്നില്ലേ? ഇല്ല, പോയി ഇറങ്ങിക്കോ, ഞാൻ പൊട്ടിക്കോളാം. ഹലോ, ഇവിടെ പറഞ്ഞതാ. മായക്ക് ഈ ശബ്ദം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഏത് ശബ്ദം? ആരാധന മനസ്സിലായോ? ഒരു ഐഡിയ ഇല്ല. പക്ഷേ സോണിയാഗാന്ധിയാണോ? അടുത്തെത്തി. അമ്മായിയമ്മ ഇന്ദിരാഗാന്ധി. ആണോ? ഞാൻ ആദ്യമായിട്ടാ ഇന്ദിരാഗാന്ധിയുടെ ശബ്ദം കേൾക്കുന്നത്. അതല്ല, സൗണ്ട് മേഖല എന്നുള്ള ആളായതുകൊണ്ടാ. ആ, ഞാൻ അത്രയ്ക്ക് ഭയങ്കരിയൊന്നുമല്ല. ഇത് പിടിച്ചോ, ഒരു മുഖ്യമന്ത്രിയാ. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? MGR. ഇത് MGR தலைவர். ഇത് മാത്രം എങ്ങനെ പെട്ടെന്ന് പിടുത്തം കിട്ടി? எத்தனை MGR படம் பார்த்திருக்கேன். நான் ஒரு MGR ரசிகை. എന്റെ മുത്തശ്ശൻ അണ്ണാഡിഎംകെയിൽ ഉണ്ടായിരുന്നു. അതോ அந்த பறவை போல வாழ வேண்டும், இந்த அலைகள் போல ஆட வேண்டும், ஒரே வானிலே ஒரே മണ്ണിലെ ഒരേ വാനിലെ. ചേച്ചി ബ്ലൗസ് ഇറക്കുവാന്ന് തോന്നുന്നു. പ്രതീക്ഷയുടെ 3-ാം നാൾ ജുവാൻ തന്റെ മുറ്റത്ത് ആദ്യമായി കായ്ച്ച ഓറഞ്ച് മരത്തിൽ നിന്നും പഴുത്ത ഓറഞ്ചുകൾ നോക്കി പറിച്ചെടുത്ത് കേക്കുണ്ടാക്കി കാത്തിരുന്നു. പക്ഷേ അന്നും യുദ്ധം അവസാനിച്ചില്ല. മായക്ക് ഈ കുക്കിങ്ങിൽ എങ്ങനെ താല്പര്യം വന്നു? അങ്ങനെ ചോദിച്ചാ എന്റെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യായിരുന്നു. ഞാൻ അമ്മയെ കണ്ടാ പഠിച്ചത്. അമ്മ ഇപ്പൊ എവിടെയുണ്ട്? അമ്മ മരിച്ചുപോയി. ഭയങ്കര സംഭവമായിരുന്നു. വീട്ടിലാ സമയത്ത് 10-16 പേരുണ്ടായിരുന്നേ. അമ്മ ഒറ്റയ്ക്കാ സകല ജോലിയും ചെയ്തിരുന്നത്. അമ്മയുടെ കുക്കിംഗ് കാണാൻ തന്നെ ഒരു രസാ. പപ്പടം കീറി കാച്ചുന്നതും പാവയ്ക്ക അരിയുന്നതും മാങ്ങ ഉപ്പിലിടുന്നതും. ടേസ്റ്റ് നോക്കി ഓക്കെ ആണെങ്കിൽ തവി കൊണ്ട് പാത്രത്തിന്റെ വക്കിൽ ടപ് ടപ് 2 അടി.
കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നും ഞാൻ അമ്മയെ തിരിച്ചു കൊണ്ടുവരികയാണെന്ന്. അമ്മ എൻ്റെ അടുത്ത് എവിടെയോ ഉണ്ടെന്ന്. അമ്മയുടെ സ്വാദ്, ചിരിയൊക്കെ. അറിയോ ഓക്കെ? നോ, ഐ എം നോട്ട് ഓക്കെ. അയ്യേ, കരണ്ട. യുദ്ധം അവസാനിച്ചു. 3 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റുകളുമായി ആൽബർട്ട് വന്നു. അവൾ അത് അവന് വേണ്ടി കരുതി വെച്ച കേക്കിലേക്ക് ഒരുക്കി ചേർത്തു. അവരൊരുമിച്ച് ആ കേക്ക് കഴിച്ചു. ആൽബർട്ട് അവളുടെ ചെവിയിൽ പറഞ്ഞു, നീ ഒരു ലോകമഹായുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു.